ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കൊച്ചു സംഭവം പറയണമെന്ന് ആഗ്രഹിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞാനും മക്കളും കൂടി ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ മൂത്തയാളുടെ കയ്യിൽ നിന്ന് അവൻ കയ്യിലിട്ടിരുന്ന മോതിരം തെറിച്ചുപോയി. സ്വർണ്ണ മോതിരമൊന്നുമല്ല, പക്ഷെ അവനൊത്തിരി പ്രിയപ്പെട്ട ഒരു മോതിരമായിരുന്നു. 4-5 വർഷമായിട്ട് ആ മോതിരം അവൻ്റെ കയ്യിലുണ്ട്. സ്കൂളിൽ പോകുന്ന സമയത്ത് അവനത് ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിൽ ഊരി വയ്ക്കും. തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് അത് എടുത്തിടും. ഭരണങ്ങാനത്തുനിന്നോ മറ്റോ മേടിച്ച ഒരു മോതിരമാണ്. അതിലെഴുതിയിരുന്ന ജീസസ് ലവ്സ് യു എന്നൊക്കെ എഴുതിയിരുന്നു. പക്ഷെ അതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ആ മോതിരത്തോട് അവനൊരു ഭയങ്കര സ്നേഹമായിരുന്നു. ആ മോതിരമാണ് ഷട്ടിൽ അടിച്ചപ്പോൾ തെറിച്ചു പോയത്. അവിടെ എല്ലാം നോക്കി, പക്ഷെ കളിക്കുന്നത് റോട്ടിലാണ്. അവിടെ മുഴുവനും ചെടികളും മണ്ണും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ടൈൽസ് ഇട്ട റോഡ്, അതിൻ്റെ ഇടയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മോതിരം കിട്ടാൻ സാധ്യതയില്ല. എന്നാലും അവനിങ്ങനെ അയ്യോ എൻ്റെ മോതിരം എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു വചനം പറയേ, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. ഈ ഒരു വചനം നീ 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും, എന്നിട്ട് നീ നോക്കുക എന്ന് പറഞ്ഞു. ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ ഞാനിത് അവനോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ അതപ്പം തന്നെ അനുസരിച്ചേനെ. പക്ഷെ ഇപ്പോൾ അവൻ 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉള്ളിൽ അവൻ ഒരു സ്ട്രഗിൾ, ഒരു ഫൈറ്റ് അത് നടക്കുന്നത് എനിക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു, ഇപ്പോൾ വചനം പറഞ്ഞാൽ ഇപ്പം മോതിരം കിട്ടുമോ, വചനം ഞാൻ പറയണോ, അമ്മ ചുമ്മാ പറയല്ലേ, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ അവൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ ഉള്ളിലൊരു സ്ട്രഗിൾ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പറഞ്ഞു നോക്ക്, എന്താ സംഭവിക്കാമെന്നറിയാലോ. അപ്പോൾ അവനിങ്ങനെ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യമല്ല, എൻ്റെ നാവിൽ പരിശുദ്ധാത്മാവ് 12 പ്രാവശ്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നീ 12 പ്രാവശ്യം പറയണം. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് മോതിരം നോക്കുന്നതിൻ്റെ ഇടയിൽ അവനിങ്ങനെ ഉള്ളിലത് 12 പ്രാവശ്യം വചനം പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വലിയ പ്രതീക്ഷയില്ല മോതിരം തിരിച്ച് കിട്ടുന്നത്. കാരണം ചെടിയും മണ്ണും ഒക്കെയാണ് അവിടെ, ഈ കൊച്ചു മോതിരമല്ലേ. അപ്പോൾ ഞാൻ ഉള്ളിലിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ഒരു സാക്ഷിയായിട്ട് കൊടുക്കണേ, അവൻ വചനം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടോയെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മോതിരനോട്ടം അവസാനിപ്പിച്ചു. കാരണം ഞങ്ങളുടെ കണ്ണിൽ പെട്ടില്ല. പക്ഷേ അവിടെ നിന്ന് കയറി പോകുന്നില്ല. ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവനിങ്ങനെ അവൻ്റെ ഷട്ടിൽ ബാറ്റ് മതിലിൽ വെച്ച് അവൻ നോക്കിക്കൊണ്ടിരുന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ പെട്ടെന്ന് കണ്ടു ആ മതിലിൻ്റെ തൊട്ട് താഴെയുള്ള ചെടിച്ചട്ടി, അതിലൊരു ചെടിയുണ്ട്, ആ ചട്ടിക്കകത്ത് എന്തോ തിളങ്ങണം. അവൻ പറഞ്ഞു, അമ്മ അതെൻ്റെ മോതിരമാണോ, എന്തോ തിളങ്ങുന്നുണ്ട് ആ ചട്ടിക്കകത്ത്. അവൻ തിരിച്ച് മതിലിൻ്റെ അപ്പുറത്ത് വന്ന് ആ ചട്ടിയിൽ നോക്കുമ്പോൾ അവൻ്റെ മോതിരമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ചട്ടിയിൽ ആ മോതിരം വീണ് കിടക്കുന്നത് കണ്ടെത്താൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമായിരുന്നു. അപ്പോൾ മറന്നിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. ശരിക്കും പറഞ്ഞാൽ വചനത്തിൻ്റെ ശക്തി നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ തന്നെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ടീനേജ് കുട്ടികളൊക്കെ ഇച്ചിരി മടിക്കും. എന്നാലും നമ്മളൊന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായിട്ട് മാറാനായിട്ട് കാരണമായി തീരും. എനിക്കും എന്തോ ആ സംഭവം വല്ലാതെ മനസ്സിൽ തട്ടി. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ഷെയർ ചെയ്യാം. അത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രചോദനമായി മാറിയെങ്കിലോ. ഈശോമിശിഹായ്ക്ക്